Happy New Year 2025. Happy New Year. ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2025 എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ. വെറുതെ നല്ല വർഷം വരില്ല. നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നോക്കുക. മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി നോക്കുക. നമുക്കൊരു ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഞങ്ങളിതാ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ട് ബസന്റ് നഗർ ബീച്ചിൽ വന്നേക്കുവാണേ. ഇത് 31 ഡിസംബറാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. അപ്പോൾ വീട്ടിലിരുന്ന് ആ ഒരു ന്യൂ ഇയർ വൈബൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ബീച്ചിൽ, ബസന്റ് നഗറിൽ ബീച്ചിൽ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പം ബീച്ചിലേക്കൊന്നും ഇറക്കുന്നില്ല, പക്ഷേ ഈ വാക്ക് വേയിലും പിന്നെ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ മെയിൻ റോഡാണിത്. അപ്പോൾ അവിടെയൊക്കെ നല്ല ആളുണ്ട് കേട്ടോ, നന്നായിട്ട് ആളുണ്ടായിരുന്നു. നല്ല സേഫായിട്ട് തന്നെ നമുക്ക് വരാം കേട്ടോ. ഫുൾ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. നിറയെ പോലീസും അങ്ങനെ ഫുൾ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് നടക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല വെതറായിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു ഇത് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ലൊരു കടൽക്കാറ്റും ഒക്കെ ഏറ്റിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നടക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചേർച്ച് ഉണ്ട്, ബസന്റ് നഗറിലെ വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കണം. അപ്പോൾ ഇന്നൊന്ന് ചുമ്മാ പോയി കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 11 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ചർച്ചിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പുറത്തു നിന്നൊക്കെ ഒന്ന് കാണാം, പിന്നെ ഒരു ദിവസം സാവധാനത്തിൽ വന്ന് അകത്തൊക്കെ കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് തലയിലൊക്കെ വെക്കാൻ പറ്റിയ ഈ ഹെയർ ബാൻഡ് മാതിരി, പിന്നെ ഇതുപോലത്തെ ക്രൗൺ മാതിരി, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും തലയിൽ ഓരോന്നുണ്ട് കേട്ടോ. പിള്ളേരുടെ മാത്രമല്ല, നടക്കുന്ന വലിയ ആൾക്കാരും എല്ലാവരും വെച്ചിട്ടുണ്ട്. ഒരു രസമല്ലേ നമ്മുടെ ഉള്ളിലെ കുട്ടികൾക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെയല്ലേ ഒന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം ഇവിടെ എല്ലാവരും അങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ആരും ഒന്ന് തുറിച്ച് നോക്കൊന്നുമില്ല. അപ്പം പാറുവിന് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ പേരിൽ വാങ്ങിച്ചിട്ട് ഞാനും കുറേ നേരമൊക്കെ വെച്ച് നടന്നു, ഷൈച്ചേട്ടനും കുറേ നേരം വെച്ച് നടന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കുന്നതിൽ കൊമ്പ് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ടൊരു സമയം അത്ര തന്നെ. അപ്പോൾ 2025 നല്ലൊരു വർഷം ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി ആയിരിക്കും അല്ലേ ഈ നടക്കുന്ന ഓരോ ആൾക്കാരും നടക്കുക. ഈ വർഷം ചിലപ്പം എന്തെങ്കിലും സങ്കടങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു വർഷമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ വിചാരിക്കും അടുത്ത വർഷവും അതുപോലെ തന്നെ ആയിരിക്കണം എന്ന്. സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിക്കും നമ്മൾ ആ സങ്കടങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സന്തോഷം നിറഞ്ഞ വർഷമായിരിക്കണമെന്ന്. അങ്ങനെ ഇവിടെ നടക്കുന്ന ഓരോ ആൾക്കാർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ അല്ലേ. എല്ലാവരും അങ്ങനെ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ, മനുഷ്യരല്ലേ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നടന്ന് പയ്യെ നമ്മൾ ചർച്ചിൻ്റെ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. 12 മണി വരെയൊന്നും നമ്മൾ നിൽക്കണില്ല. 12 കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ അലഞ്ഞു നടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അത് കാരണം വേറെ ഫുഡൊന്നും കഴിക്കാനായിട്ട് വിശപ്പൊന്നുമില്ല ആർക്കും. അങ്ങനെ ചുമ്മാ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാറു എന്നൊക്കെ പറഞ്ഞ് ഓടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവളത് കാണാനും എടുക്കാനും ഒക്കെ ഓടുന്നുണ്ട്. ഇതുപോലെ കൊമ്പ് പോലത്തെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾ ചോദിച്ചായിരുന്നു. പിന്നെ ഞാനത് വാങ്ങിയില്ല. ചിലപ്പോൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അവൾക്ക് തന്നെ പേടിയാവും. ഇങ്ങനെ കാണുന്ന പോലെയല്ല, ചിലപ്പോൾ അവൾ വെക്കുകയില്ല. അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. ഈ സാധനം മതിയെന്ന് ചോദിച്ചപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ചർച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പോൾ ചർച്ചിൻ്റെ അകത്ത് കയറാനായിട്ട് സമയം കഴിഞ്ഞു പോയി. എന്തായാലും നമുക്ക് പുറത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചാപ്പൽ മാതിരിയുണ്ട്. അത് എന്തോ ഒരു പ്രത്യേകത ഉള്ളതാണ്. അപ്പം അങ്ങോട്ടൊന്നും എനിക്ക് കയറാനേ പറ്റിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഈ ചേർച്ച് ഒരു ദിവസം ഇവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം കാണിക്കാം. നിങ്ങൾക്കിത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ബസന്തനഗർ ബീച്ചിൽ വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ചേർച്ചിലും കൂടെ കയറാമെന്ന് വിചാരിക്കുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ പാതിര കുർബാന ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കണേ. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു ഗ്രൗണ്ട് പോലെയുണ്ട്. അപ്പം അവിടെയാണ് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത് കാരണം പള്ളിയുടെ മെയിൻ ഡോറൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തു. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെ മാത്രമാണ് നടക്കണേ ഫ്രണ്ടിൽ നിന്നിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പാറു കുറേ നാളായിട്ട് പറയണം ഐസ്ക്രീം കഴിക്കണമെന്ന്. പാവത്തിന് ചുമയും ഒക്കെ ആയത് കാരണം ഐസ്ക്രീമൊക്കെ കുറേ നാളായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതെല്ലാം മാറി ഏകദേശം ഒന്ന് ആൾ ഓക്കെ ആയി വന്നതാണ്. അപ്പോൾ യെല്ലോ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കണേ. യെല്ലോ കളറാണല്ലോ നമ്മുടെ മെയിൻ ഫേവറേറ്റ് കളർ. അപ്പോൾ യെല്ലോ ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ ഫ്രൂട്ട് ബേലാണ് ഈ ചെന്നൈ ഔട്ട്ലെറ്റിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരണേ. പാറുവിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ഓർഡർ ചെയ്തേക്കണേ. വേഫിൾസ് വിത്ത് ഐസ്ക്രീം മതി എന്നാണ് അവൾ പറഞ്ഞത്. അവൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, എന്തെങ്കിലും പിക്ചർ കണ്ടിട്ടാണ് ആൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി കഴിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല, എന്തായാലും വരുമ്പോൾ അറിയാം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോന്നൊന്നും ഓർഡർ ചെയ്തില്ല, 2 ഐറ്റം മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കങ്ങ് ഷെയർ ചെയ്ത് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓർഡർ ചെയ്തത്. എന്തായാലും ഈ രണ്ടും കഴിച്ചു വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചിട്ട്, കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വിശപ്പൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ പാറു ഈ യെല്ലോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചതാട്ടോ. അപ്പോൾ പാറ ഓർഡർ ചെയ്തായിട്ട് ഇതാണ്. നന്നായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിൽ പണ്ട് ഞാനിതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമായിരുന്നു ഫലൂഡ കഴിക്കാനായിട്ട്. ആ കാര്യമൊക്കെ ഞാനിവിടെ കയറിയപ്പം ഓർത്തത് ഷൈച്ചനോട് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു 11:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു വരുന്ന ആൾക്കാരൊക്കെ ബീച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പോഴും. അവർ 12 മണിയോട് അടുപ്പിച്ച് അങ്ങ് പോയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആഘോഷങ്ങളുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് നമ്മൾ നിൽക്കാതെ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. നമുക്ക് എന്തായാലും 12 മണി കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും എന്ന് വിചാരിക്കുന്നു. ഒരു 12:30 എത്തുമായിരിക്കും. കാരണം കാര്യമായിട്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും ട്രാഫിക് ഉണ്ടാവില്ല. Oh, Chachi. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. Happy New Year. ഹാപ്പി ന്യൂ ഇയർ Happy New Year. 2025. Happy New Year. അപ്പൊ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആയല്ലേ, നമ്മള് വീട്ടിലേക്ക് പോവുക. ഇന്നാ. ഹെയർ ക്ലിപ്പ് നീ കൊടുക്കണേ. പാറുവിന്റെ ഈ ക്രൗൺ ഒന്ന് കാണിച്ചു കൊടുത്തേ, ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്തേ. അമ്പലങ്ങൾക്ക് പൂജയുണ്ട് സമയത്ത്. അതെയോ? സോഫ കിട്ടിയതോ? യാ. ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞാഘോഷമായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ വ്ലോഗിലൂടെ വീണ്ടും കാണാം. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ടാറ്റാ, ബൈ.